അതുപോലെ അവൻ പ്രയോഗിക്കുന്ന മറ്റൊരു തന്ത്രമുണ്ട്. അവൻ നമ്മുടെ വലിയ ഗുണകാംക്ഷിയുടെ റോളിലാണ് വരിക. ഞാൻ നിങ്ങളെ പഴപ്പിക്കാനൊന്നുമല്ല, ഞാൻ നിങ്ങളോട് ഏറ്റവും സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കളയും. നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും അവൻ പഴപ്പിക്കുമ്പോൾ അതാണ് അവൻ സ്വീകരിച്ച തന്ത്രം. അവൻ പറഞ്ഞതെന്താ? ആദമിനെയും ഹവ്വയെയും സമീപിച്ചുകൊണ്ട് പറഞ്ഞതെന്താണ്? ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമനായ ഒരു ഗുണകാംക്ഷിയാണ്, നിങ്ങൾക്ക് നന്മ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അതുകൊണ്ട് ആ പഴം തിന്നോളൂ എന്ന് പറയുന്നത്. അല്ലാഹുത്താല പറഞ്ഞിരുന്നല്ലോ, വിലക്കപ്പെട്ട ആ കനി നിങ്ങൾ ഭക്ഷിക്കരുത്. പക്ഷെ ശൈത്താൻ അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചതെന്താണ്? അത് കഴിച്ചോളൂ, ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത് എന്ന് പറഞ്ഞിട്ടവൻ കുറെ കളവുകൾ പറഞ്ഞു. അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടവൻ കുറെ കളവുകൾ പറഞ്ഞു. എന്താ ചോദിച്ചതെന്നറിയോ? ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, അതുപോലെ തന്നെ ഹവ്വാ റളിയല്ലാഹു തആല അൻഹയോടൊക്കെ ഇബ്ലീസ് സ്വർഗത്തിൽ വെച്ച് പറഞ്ഞു കൊടുത്തതെന്താ? നിങ്ങളോട് ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് എന്തിനാണെന്നറിയോ? നിങ്ങളത് കഴിച്ചാൽ പിന്നെ നിങ്ങൾ ഈ സ്വർഗത്തിൽ തന്നെ ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങളെ സ്വർഗത്തുനിന്ന് പുറത്താക്കണം എന്നാണ് അള്ളാഹിന്റെ തീരുമാനം. നിങ്ങൾക്ക് ഇവിടെ തന്നെ എല്ലാ കാലവും കഴിയണോ, ആ കനി ഭക്ഷിച്ചോളൂ. ഇതാണ് ശൈത്താൻ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത അധികാരം നിങ്ങൾക്ക് വേണോ, ആ പഴം തിന്നോളൂ എന്നാ പറഞ്ഞത്. അങ്ങനെ അധികാരം കാണിച്ചു പ്രലോഭിപ്പിച്ചു. ശാശ്വതമായി ഇവിടെ തന്നെ കഴിയാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അതൊന്നും നടക്കാത്ത സംഗതിയാണ്. ശൈത്താൻ കള്ളം പറയുകയായിരുന്നു. നമ്മുടെ മാതാപിതാക്കളോട്, ആദമിനോടും ഹവ്വയോടും അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഹൽ അദുല്ലുകുമാ അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. നിങ്ങൾക്കിതാ ശാശ്വതമായി ഇവിടെ ജീവിക്കാൻ ആവശ്യമായ നിലക്ക് നിങ്ങൾക്കൊരു മരം ഞാൻ പറഞ്ഞു തരട്ടെയോ? നശിച്ചു പോകാത്ത അധികാരം നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു മരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നൊക്കെയാ പറഞ്ഞത്. നിങ്ങളിവിടെ കാലാകാലം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണോ, എന്നാൽ ആ പഴം തിന്നോളൂ, അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞു, നുണ പറഞ്ഞു. വഖാസമഹുമാ ഇന്നീ ലകുമാ ലമിനൻ നാസിഹീൻ. അവൻ അവരോട് രണ്ടാളോടും സത്യം ചെയ്തു പറഞ്ഞു. ആരാ സത്യം ചെയ്ത് പറഞ്ഞത്? ശൈത്താൻ. എന്താ പറഞ്ഞത്? ഞാനിതൊക്കെ നിങ്ങളോട് ഉപദേശിക്കുന്നത് എനിക്ക് നിങ്ങളെ കുടുക്കണമെന്നോ നിങ്ങളെ നശിപ്പിക്കണമെന്നോ പഴപ്പിക്കണമെന്നോ എന്ന ഒരു ദുരുദ്ദേശവും എനിക്കില്ല കേട്ടോ. മറിച്ച് ഇന്നീ ലകുമാ ലമിനൻ നാസിഹീൻ, തീർച്ചയായും ഞാൻ നിങ്ങളോട് രണ്ടാളോടും വളരെ സ്നേഹമുള്ളവനാ, ഗുണകാംക്ഷ കൊണ്ടാ ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് നല്ലത് വരണമെന്നേ ഞാൻ ആലോചിക്കുന്നുള്ളൂ, ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മാതാപിതാക്കളെ അവൻ പഴപ്പിച്ചത്. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമും ആദമും ഹവ്വയും രണ്ടാളും വിചാരിച്ചു, ഒരാളിങ്ങനെ സത്യം ചെയ്ത് പറയുമ്പോൾ പിന്നെ നുണ പറയില്ല എന്നാണ് അവർ സദ്വിചാരം വിചാരിച്ചത്. പക്ഷെ ഇവൻ ശൈത്താനാണല്ലോ, അതുകൊണ്ട് ഇബ്ലീസ് പഴപ്പിച്ചു. ഇത് ഇന്നും തുടരണവൻ. ശൈത്താൻ ഇന്നും ആദമിന്റെ മക്കളായ നമ്മളെ എല്ലാവരെയും ഇന്നും പലതും കാണിച്ചു പ്രലോഭിപ്പിക്കുന്നുണ്ട്. അത് ചെയ്തോ, ഇത് ചെയ്തോ, എന്നാൽ നിനക്ക് അത് കിട്ടും, അത്ര പണം കിട്ടും, പിന്നെ പലിശ വാങ്ങിക്കോ, ബിസിനസ്സിൽ നിനക്ക് വലിയ ലാഭം കിട്ടും, അതിന് ഇന്ന ഹറാമ് ചെയ്തോ, നിനക്ക് ജീവിതത്തിലെ സുഖങ്ങളൊക്കെ വേണ്ടേ, അതിന് ഇന്നതൊക്കെ ചെയ്തോ എന്നിങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പ്രലോഭിപ്പിച്ച് അവന്റെ ഒരു കൂട്ടുകാരനും ഗുണകാംക്ഷിയുടെയൊക്കെ റോളിലാ ശൈത്താൻ വരിക. ഇത് സൂക്ഷിക്കണം.